എൻ.സി.പി കേരള ഘടകം പിളർപ്പിലേക്ക്. 2 എം.എൽ.എമാരുള്ള എൻ.സി.പിയിൽ കുട്ടനാട് എം.എൽ.എ തോമസ് കെ തോമസ്, യു.ഡി.എഫ് മുന്നണിയിലുള്ള പാലാ എം.എൽ.എ മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരളയിൽ ചേരാനൊരുങ്ങുന്നു. എൻ.സി.പിയിലെ പടലപ്പിണക്കങ്ങളും മന്ത്രിസ്ഥാനം വെച്ച് മാറാത്തതിലുള്ള പ്രതിഷേധവുമാണ് തോമസ് കെ തോമസ് യു.ഡി.എഫ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത്. എൻ.സി.പി നേതാവും വനംവകുപ്പ് മന്ത്രിയുമായ എ.കെ. ശശീന്ദ്രനുമായി മന്ത്രിസ്ഥാനം 2.5 വർഷം കഴിഞ്ഞ് തോമസ് കെ തോമസിന് നൽകാമെന്ന് ധാരണയുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ.ഡി.എഫ് സർക്കാർ 3 വർഷം പിന്നിട്ടിട്ടും മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാൻ എ.കെ. ശശീന്ദ്രൻ തയ്യാറായില്ല. ശശീന്ദ്രന് എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് പി.സി. ചാക്കോയുടെ ശക്തമായ പിന്തുണയുണ്ട്. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി ദേശീയ നേതൃത്വം പി.സി. ചാക്കോയെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ലെന്ന വിഷമത്തിലാണ് തോമസ് കെ തോമസ് മാണി സി കാപ്പന്റെ പാർട്ടിയിൽ ചേർന്ന് യു.ഡി.എഫ് ക്യാമ്പിലെത്തുന്നത്. തോമസ് കെ തോമസിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ശനിയാഴ്ച മഹാരാഷ്ട്രയിൽ ചേർന്ന എൻ.സി.പി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുമെന്നായിരുന്നു നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ യോഗത്തിൽ നേതാക്കൾ എ.കെ. ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെ തുടർന്നാണ് തോമസ് കെ തോമസ് യോഗത്തിൽ പങ്കെടുക്കാതെ തിരികെ മടങ്ങിയിരുന്നു. തുടർന്നാണ് മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരളയിൽ ചേരാൻ തീരുമാനിച്ചത്. നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇരുവരും ആരംഭിക്കുകയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള യു.ഡി.എഫ് നേതാക്കളെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം.